എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം കപ്പയും മുട്ടയും. ഇതിനു മുമ്പ് ഞാൻ കപ്പയുടെ 2 വേർഷൻ, അതായത് കപ്പ ബിരിയാണി 2 വേർഷൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചിക്കൻ വെച്ചിട്ടുള്ളതും ബീഫ് വെച്ചിട്ടുള്ളതും. ഇത് മുട്ട വെച്ചിട്ടുള്ളതാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രസത്തിൻ്റെ റെസിപ്പി ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാലാണ് വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ പ്ലേലിസ്റ്റ്, വിഭവങ്ങളുടെ പ്ലേലിസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അതേസമയം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കപ്പയും മുട്ടയും തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മുട്ടയും എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കടായി എടുക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് തീ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിലാണ് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2-3 ആയാലും കുഴപ്പമില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൊത്തിയരിഞ്ഞതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇതിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു സവാള, വലിയ സവാള ഒരെണ്ണം, അല്ലെങ്കിൽ 1.5 മീഡിയം സവാള കേട്ടോ, വളരെ നൈസാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും അരിയാം. അതിലോട്ട് നമുക്ക് ഒരു 4 പച്ചമുളക് നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ചും പച്ചമുളകിൻ്റെ വലിപ്പം അനുസരിച്ചും ഇതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരും കേട്ടോ. ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്ന പച്ചമുളക് കുറച്ച് വലുതാണ്. അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചേർത്താൽ മതിയാവും. ഇത് ഞാൻ പറഞ്ഞ പോലെ സ്പൈസ് ലെവൽ അനുസരിച്ച് മാറ്റം വരുത്തുന്ന ഇതിൻ്റെ എണ്ണത്തിലൊക്കെ. അപ്പം എൻ്റെ കയ്യിൽ കിട്ടുന്ന പച്ചമുളകിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് ഗോൾഡ് കളർ വരുന്ന വരെ ഇതങ്ങ് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മാത്രം മതി. തീ കുറയ്ക്കണം. അതിന് ശേഷം ബ്രൗൺ ഷെയ്ഡ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റുകയാണ് കേട്ടോ. കപ്പയിൽ ഞാൻ അത്യാവശ്യം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് മഞ്ഞപ്പൊടി ഇടുന്നില്ല. അപ്പോൾ കപ്പയിൽ ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. കാരണം ഇതിൽ കൂടുതൽ ഞാൻ ചേർക്കുന്നത് പച്ചമുളകിൻ്റെ എരിവായതുകൊണ്ടാണ് മുളക് പൊടി 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ തയ്യാറാക്കുന്നത് 3/4 കിലോ കപ്പയിലാണ്. 1 കിലോ കപ്പ വാങ്ങിച്ചു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞപ്പോൾ 3/4 കിലോ ആണ് വെയിറ്റ് ഉള്ളത്. അപ്പോൾ 1/2 ടീസ്പൂൺ മാത്രം മതിയാവും മുളക് പൊടിയുടെ അളവ്. ഒരുപാട് എരിവ് കൂടിയാലും നന്നായിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് വേണ്ട, 1/4 ടീസ്പൂൺ മാത്രം മതി. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടണം. ഗരം മസാല നമുക്ക് ചേർക്കണം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഒരുപാട് ചേർക്കുന്നില്ല, കാരണം ഇതിൽ നമ്മൾ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഗരം മസാല ആയി കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ഗരം മസാലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ അപ്പോൾ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ചെറിയ തക്കാളി. നിങ്ങളുടെ അടുത്ത് മീഡിയം തക്കാളി ആണെങ്കിൽ പകുതി മതിയാവും കേട്ടോ. ഒരുപാട് പുളി വേണ്ട. അപ്പോൾ ഒരു ചെറിയ തക്കാളി വളരെ നൈസാക്കി അരിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. അല്പം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഈ തക്കാളി നന്നായിട്ട് അലിയണം കേട്ടോ. അതുവരെ കുക്ക് ചെയ്യാൻ മറക്കരുത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അല്പം അടച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പയാണ്. കപ്പ എന്ന് പറയുമ്പോൾ ഞാനിതിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കപ്പ വേവിക്കാന്ന് വെച്ചാൽ ഒരു 1/4 ഭാഗം വരെ നല്ലോണം വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം ആ വെള്ളം അങ്ങ് കളയുക. അതിനുശേഷം നല്ല വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കുക. അതായത് അതിൻ്റെ ഒരു കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ വെള്ളം കളയാൻ പറയുന്നത് കേട്ടോ. പലരും കളയാറില്ല, പക്ഷെ ഞാനൊക്കെ കളയാറുണ്ട്. അങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 3/4 കിലോ, അതായത് തൊലിയെല്ലാം കളഞ്ഞിട്ടുള്ള വെയിറ്റാണ് ഞാൻ 3/4 കിലോ പറയുന്നത്. 1 കിലോ കപ്പയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 3/4 കിലോ കപ്പ നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് മുട്ട ചേർക്കണം. ആദ്യം ഇതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തണം. അതിനുശേഷം ടേസ്റ്റ് നോക്കുക. എരിവൊക്കെ കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്കിനി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പച്ചമുളക്. ഇനി മുളക് പൊടിയുടെ ആവശ്യമില്ല. ഉപ്പൊക്കെ നോക്കട്ടെ, എരിവൊക്കെ നോക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുട്ട ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഉപ്പിച്ചിരി കുറവാണ്. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം എന്തായാലും. ഓക്കെ, ഇത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. ഞാനിവിടെ 3 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില താല്പര്യം കിട്ടാൻ മതി കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ പ്രത്യേക ഫ്ലേവർ വരും. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള, 1 ടേബിൾ സ്പൂൺ സവാള, അല്ലെങ്കിൽ ചെറുള്ളി ആണെങ്കിലും നന്നായിട്ടുണ്ടാവും. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അല്പം കുരുമുളക് പൊടി, എല്ലാം അല്പം മതി കേട്ടോ. ചതച്ച മുളക്, ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ നാളികേരം, അത് ഓപ്ഷനിലാണ്. മുട്ട കൊത്തിപ്പൊരിക്കുന്നത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിൽ അമ്മ എപ്പോഴും തേങ്ങ ചേർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങ ചേർത്തിരിക്കുന്നത്. നോർമലി തേങ്ങ ചേർക്കാറില്ല. എന്നിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഗരം മസാല വേണമെന്ന് താല്പര്യമുള്ളവർ ഇതിൽ ഗരം മസാല ഇട്ടോളൂ. ഞാൻ പക്ഷേ ഗരം മസാല ചേർക്കുന്നില്ല മുട്ടയിൽ. ഇപ്പം മാത്രം ഇഞ്ചി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണം, കുത്തി പൊരിച്ചെടുക്കണം. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കൊത്തി പൊരിച്ചെടുക്കണം. അതായത് നന്നായി കുക്കാവണം എന്നർത്ഥം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കാവണ വരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. നന്നായിട്ടിത് കുക്കാവണം, അല്ലെങ്കിൽ ആ മുട്ടയുടെ പച്ചമണം ഇങ്ങനെ മുന്നോട്ട് നിൽക്കും. ഇതേപോലെ ഇങ്ങനെ കൊത്തി നൈസായിട്ട് എടുത്തോളൂ. പിന്നെ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ 3 മുട്ട എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ 3, 4, 5 മുട്ട വരെ എടുക്കാം. താറാവ് മുട്ട എടുക്കാം, കോഴിമുട്ട വേണമെന്നതിന് ഒരു നിർബന്ധവും ഇല്ല. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ലൊരു വാസന വരുന്നുണ്ട്. ആ ഇഞ്ചിയുടെയും വേപ്പിലയുടെയും ഒക്കെ നല്ലൊരു വാസന വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പയുടെ കൂട്ടത്തിൽ കൂടെ അതങ്ങ് ഇട്ട് കൊടുക്കാം. അങ്കമാലി ഡയറി കണ്ടതിന് ശേഷം എൻ്റെ ഭർത്താവ് എന്നും പറയും, ഇത് ഉണ്ടാക്കി തരാം. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് അതിൻ്റെ സമയം ആയത് അല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കണതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ മുട്ട എങ്ങനെ ഉണ്ടാക്കിയാലും, ഇങ്ങനെ ഓംലേറ്റ് ഉണ്ടാക്കിയാലും കുത്തിപ്പറിച്ചാലൊക്കെ തണുത്ത് കഴിഞ്ഞാൽ നന്നായി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നല്ല ചൂടോടുകൂടി അങ്ങ് കഴിക്കുക, ഉണ്ടാക്കുക, എല്ലാവർക്കും പ്ലേറ്റിൽ വിളമ്പി കൊടുക്കുക, കഴിക്കാൻ പറയാം കേട്ടോ. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ പേശായി. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇനി അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഗരം മസാല ഇടുന്നില്ല, അതിന് പരമായിട്ട് അല്പം കുരുമുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ എരിവൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതങ്ങ് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സവാളയും പച്ചമുളകും പിന്നെ മല്ലിയുടെ ഇലയും അല്ലെങ്കിൽ കറിവേപ്പിലയും അങ്ങ് വെതറി അലങ്കരിച്ച് അങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഞാൻ ഓഫ് ചെയ്യാനേ. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതൊരു 4 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളി, പച്ചമുളക്, മല്ലിയുടെ ഇല നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പി ആയിരുന്നു അത്. അപ്പോൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മുടെ ജാൻചേട്ടനൊന്ന് കൊടുത്തു നോക്കട്ടെ. ജാൻചേട്ടൻ അവിടെ നിന്ന് അന്വേഷിക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് രാത്രി ആയിട്ടോ ഞാനിത് കുക്ക് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ ചേട്ടൻ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പുളിയുടെ കൂടെ കുറവ് പോലെ തോന്നിയെന്ന് പറഞ്ഞപ്പോൾ പുളി ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർത്തിരിക്കുന്ന തക്കാളിയുടെ അളവ് കൂട്ടി കൊടുക്കാം. എനിക്കിവിടെ നല്ല കോമ്പിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പറയുന്നത്. എന്നെ തല്ലരുത്. ഞാൻ ഉണ്ടാക്കിയിരുന്ന ഈസി നാരങ്ങച്ചാറില്ലേ, ആ നാരങ്ങച്ചാർ നല്ലൊരു കോമ്പിനേഷനായി തോന്നിയത്. ഹാലപ്പേനോ ആണ്, നമ്മുടെ വലിയ മുളകില്ലേ, അത് ഉപ്പിലിട്ടതാണ്. അതും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനാണ്. ചേട്ടൻ അങ്ങനെ പലവിധ കോമ്പിനേഷൻസിൻ്റെ കൂടെ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് കഴിക്കുന്നത് തന്നെ കഴിച്ചാലും നന്നായിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ കുറച്ച് സവാള കൊത്തിയരിഞ്ഞ് ഇടാൻ മറക്കരുത്. അതേപോലെ തന്നെ കുറച്ച് മല്ലിയുടെ ഇലയും പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്നാലും പറയാൻ പറ്റും. ചൂട് നോക്കിയാൽ കഴിക്കട്ടോ. മണൊക്കെ ബിരിയാണി കൊള്ളാം. കുറച്ച് ബീഫ് ഇടാൻ പറയും, മിണ്ടരുത്. ബീഫ് ഇടണ്ട, ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കണും കൂടി നന്നായി. ഇത് മുട്ട മാത്രമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബീഫിന്റെ വേർഷൻ ഇട്ടിട്ടുണ്ട്, ചിക്കന്റെ വേർഷൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എഗ് വേർഷൻ ആണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. ക്രിസ്മസിന് തയ്യാറാക്കിയിട്ടില്ലെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാ. അപ്പൊ ചേട്ടാ താങ്ക് യു. ഡിന്നറായി.